വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നോക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ ബൈ 1 on to ഫങ്ഷൻസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷൻ. നിങ്ങൾക്ക് കീമൊക്കെ എഴുതുന്ന കുട്ടികൾ കാണുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് നമ്പർ ഓഫ് 2 ഫോർമുലാസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എക്സസൈസിലോട്ട് വരാം. നമ്പർ ഓഫ് 1 ഫങ്ഷൻസ് നിങ്ങളിതൊന്ന് നോട്ട് ചെയ്തോണം കേട്ടോ. Number of 1 functions from A to B. ഇതിൽ നമ്പർ ഓഫ് എ ഇതും കൂടെ എഴുതിയേക്കും. നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു എം, നമ്പർ ഓഫ് ബി ഈസ് ഈക്വൽ ടു എൻ. Number of 1 functions from A to B is equal to M N P M, comma M less than or equal to M. ഇവിടെ പെർമ്യൂട്ടേഷൻ നിങ്ങൾക്കറിയാമല്ലോ. 4p3 എന്ന് പറഞ്ഞാൽ എന്താ, 4 ഫാക്ടോറിയൽ ബൈ 4 - 3 1 ഫാക്ടോറിയൽ ഇങ്ങനെ ചെയ്യാം. ഈസ് ഈക്വൽ ടു 0 എം ഗ്രേറ്റർ ദാൻ എൻ. നമ്പർ ഓഫ് എയിൽ ഇപ്പോൾ 5 എലിമെൻറ്റ്സ് ഉണ്ട്, ബിയിൽ 4 എലിമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, നമ്പർ ഓഫ് 1 ഫങ്ഷൻസ് 0 എന്ന് പറയാം. ഇതൊക്കെ കീമിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബി ഈസ് ഈക്വൽ ടു എൻ. രണ്ട് സെയിം ആണെന്നിരിക്കട്ടെ. എയിൽ 4 എലിമെൻറ്റ്സ് ഉണ്ട്, ബിയിലും 4 എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് 1 ഫങ്ഷൻസ്, നമ്പർ ഓഫ് 1 ഫങ്ഷൻസ് എത്ര വരും, എൻ ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ ഇപ്പോൾ 3 ഫാക്ടോറിയൽ എങ്ങനെയാണ്, 3 × 2 × 1, അതുപോലെ എൻ ഫാക്ടോറിയൽ. അതുപോലെ നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻസും എന്തായിരിക്കും, എൻ ഫാക്ടോറിയൽ ആയിരിക്കും കേട്ടോ. നമുക്ക് എക്സസൈസിലോട്ട് പോകാം. എക്സസൈസ് 1.2. ക്വസ്റ്റ്യൻ നമ്പർ 1. എഫ് ഫ്രം ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ. ആർ സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടെ എന്താ, സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ്. എഫ് ഓഫ് എക്സ് 1/x ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ. ഫസ്റ്റിൽ 1 ആൻഡ് ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് 1 പ്രൂവ് ചെയ്യാൻ 1 to 1 നമുക്കറിയാലോ. 1 f of x1 is equal to let x1 comma x2 element r star. f of x1 is equal to f of x2 implies okay, f of x എന്താ 1/x അല്ലേ. f of x1 1/x1 implies x1 is equal to x2. Therefore f is 1 നമുക്കിവിടെ നോൺ സീറോ റിയൽ നമ്പറാണ്. ഇപ്പോൾ 0 വന്നാലല്ലേ അവിടെ നോൺ ഡിഫൈൻഡ് കേസ് വരുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട് നോൺ സീറോ റിയൽ നമ്പറാണ് എഫ് ഓഫ് എക്സ് ആർ സ്റ്റാർ അല്ലേ. അപ്പോൾ 1/x1 is equal to 1/x2. സോ x1 is equal to x2. Therefore f is 1. ഇനി നമുക്ക് ഓൺ ടു നോക്കാം. ഓൺ ടുവിൽ നമുക്ക് എഫ് എക്സിന് വൈ എന്ന് കൊടുക്കാം. y ഈസ് ഈക്വൽ ടു 1/x, xy ഈസ് ഈക്വൽ ടു 1 or x ഈസ് ഈക്വൽ ടു 1/y. നമുക്കറിയാം y എന്ന് പറയുന്നത് എന്താണ്, നോൺ സീറോ റിയൽ നമ്പറാണ് അല്ലേ. ഫോർ എവരി y എലമെൻറ്റ് ആർ സ്റ്റാർ we have
എക്സ്. ഇവിടെ വൈ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഏതെടുത്താലും എന്തായിരിക്കും, അതൊരു നോൺ സീറോ റിയൽ നമ്പർ തന്നെ കിട്ടും അല്ലേ. എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഫോർ എവരി വൈ എലമെൻറ്റ് ആർ സ്റ്റാർ വി ഹാവ് എക്സ് എലമെൻറ്റ് ആർ സ്റ്റാർ, therefore f is on to 1 ആണ്, on to ആണ്. ഇനി അതിന് തന്നെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട്. നമ്മൾ ഡൊമെയിൻ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നു എന്നവർ പറയുന്നുണ്ട്. റീപ്ലേസ്ഡ് ഡൊമെയിൻ ബൈ എൻ, ആർ സ്റ്റാറിന് പകരം എൻ. ഇപ്പോൾ സെക്കൻഡ് കേസിൽ എഫ് ഫ്രം എൻ ടു ആർ സ്റ്റാർ ഇങ്ങനെ വന്നാൽ അപ്പോഴിവിടെ കോഡൊമെയിൻ റേഞ്ച് ഇതിൽ നിന്നല്ലേ വരുന്നത്, അതിൽ സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പറാണ് എൻ, നാച്ചുറൽ നമ്പർ. നമ്മൾ ഇതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നു എങ്കിലിത് ഇങ്ങനെയുള്ള കേസിൽ ഇത് 1 ആണോ 2 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നോക്കാം. എഫ് ഓഫ് x1 x1, എലമെൻറ്റ് എൻ, അതും കൂടെ വേണേൽ എഴുതിയിട്ട് x1 x2 എലമെൻറ്റ് എൻ. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 implies 1/x1 is equal to 1/x2. x1 is equal to x2, therefore f is 1 1. 1 1 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഓൺ ടു ചെക്ക് ചെയ്യാം. y is equal to 1/x or x is equal to 1/y. ഇവിടെ നമുക്ക് ഫോർ y ഈസ് ഈക്വൽ ടു 2. നമുക്ക് സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പറാണ്, അപ്പോൾ എന്ത് വേണേലും കൊടുക്കാം അല്ലേ. ഒരു സിംഗിൾ നമ്പർ കൊടുത്ത് നോക്കാം. y നമുക്കറിയാം 2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, x ഈസ് ഈക്വൽ ടു 1/2. 1/2 നാച്ചുറൽ നമ്പറാണോ, അല്ല, നോട്ട് ആൻ എലമെൻറ്റോ. കുറേ എലിമെൻറ്റ്സിന് പ്രീമേജ് ഇല്ല, അങ്ങനെ ഒരു നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു, therefore f is not on to. Question number 2 to 1. f from n to n. f of x is equal to x square. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ അല്ലേ. നമുക്ക് ആദ്യം 1 1 ചെക്ക് ചെയ്യാം. x1, x2 എലമെൻറ്റ് n. f of x1 is equal to f of x2 implies x1 square. ഇവിടെ f of x എന്താ തന്നിരിക്കുന്നത്, x square. f of x1 എന്തായിരിക്കും, x1 square, f of x2 x2 square. x1 is equal to x2. ഇവിടെ നെഗറ്റീവ് വരുന്നില്ല കാരണം n to n ആണ്. ഇനി നമുക്ക് ഓൺ ടു ചെക്ക് ചെയ്യണം. therefore f is 1 1. ഇനി നമുക്ക് ഓൺ ടു നോക്കാം. for y is equal to 3. ഇവിടെ y എന്ന് പറഞ്ഞാൽ എന്താ, x square implies x is equal to √y. നമുക്ക് y 3 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് വരും, √3. √3 നാച്ചുറൽ നമ്പർ ആണോ, അല്ല. therefore f is not on to. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി എന്നുള്ള വേർഡാണ്. അപ്പോൾ എഫ് ഈസ് നോട്ട് 1 1 അല്ലെങ്കിൽ നോട്ട് ഇൻജക്റ്റീവ് എന്ന് എഴുതുക കേട്ടോ. ഇവിടെ നോട്ട് ഓൺ ടു, ഇവിടുത്തെ വേർഡ് നോട്ട് സബ്ജക്റ്റീവ്. ക്വസ്റ്റ്യനിലുള്ള വേർഡ് തന്നെ നിങ്ങൾ എഴുതിക്കണം. അപ്പോൾ ആദ്യം എഴുതിയാൽ എഫ് ഈസ് നോട്ട് 1 1 എന്നുള്ളിടത്ത് എഫ് ഈസ് നോട്ട് ഇൻജക്റ്റീവ് എന്ന് എഴുതിക്കണം. കാരണം ഇവിടെ ചെക്ക് ദ ഇൻജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി എന്നാണ്. അടുത്തതിൽ സെക്കൻഡ് ഇസഡ് ടു ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് 0 1 2 3 -1 -2 -3. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താ, എക്സ് സ്ക്വയർ തന്നെയാണ്. ഇവിടെ എഫ് ഓഫ് 1 നമുക്കറിയാം 1 സ്ക്വയർ എന്താ 1,
എഫ് ഓഫ് -1 സ്ക്വയർ എന്താ 1. എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് -1, ബട്ട് 1 നോട്ട് ഈക്വൽ ടു -1. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 കിട്ടി. അപ്പം നമുക്കറിയാം ഇൻജക്റ്റീവ് ആകണം അല്ലെങ്കിൽ 1 ആകണമെങ്കിൽ എന്തായിരിക്കണം, x1 ഈസ് ഈക്വൽ ടു x2. പക്ഷെ നമുക്കിവിടെ എന്താ കിട്ടിയത്, x1 നോട്ട് ഈക്വൽ ടു x2 അല്ലേ, 1 നോട്ട് ഈക്വൽ ടു -1. Therefore f is not injective. ഇനി നമുക്ക് ഓൺറ്റു നോക്കാം, സബ്ജക്റ്റീവ് നോക്കാം. y is equal to x square, x is equal to 3, sorry, y is equal to 3 implies x is equal to √3, which is not an element of z. ഇത് ഇൻജക്റ്റീവ് അല്ല, ഇവിടെ നമുക്കിത് കിട്ടിയതെന്ന് പറയാം സബ്ജക്റ്റീവ് അല്ല അല്ലേ. Therefore f is not subjective, not onto, അതാണ് വേറൊരു പേര് സബ്ജക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, r to r f of x is equal to x square. f from r to r. ഈ എഴുതുന്ന വേർഡ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, n to n, z to z, r to r, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. f of x is equal to x square. ഇവിടെ നമുക്ക് f of 1 എന്താ 1, f of -1 1, f of 1 is equal to f of -1, but -1 not equal to. Therefore f is മറ്റേതിലെഴുതിയ സെയിം ഇത് തന്നെ, നോട്ട് ഇൻജക്റ്റീവ്. ഇനി ഓൺ ടു നോക്കാം. y is equal to x square, x is equal to root of x is equal to root of y, പ്ലസ് ഓർ മൈനസ് വരാം കാരണം ഇവിടെ റിയൽ അല്ലേ. നമുക്ക് y -3 ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ +1 പഠിച്ചിട്ട് റൂട്ടിനകത്ത് നെഗറ്റീവ് എന്നത് എന്താണ്, ഇമാജിനറി നമ്പർ അല്ലേ, കോംപ്ലക്സ് നമ്പർ. x is equal to plus or minus root of -3, which is not an element of real. Therefore f is not surjective. Therefore f is not surjective. n to n f of x is equal to x cube. Question number 4. f of 1, sorry, ഇവിടെ f of x1, let x1 comma x2 element n എന്ന് കൊടുക്കാം. let f of x1 is equal to f of x2 implies ഇവിടെ എന്താ തന്നിരിക്കുന്നത്, f of x ക്യൂബ് ആണ് അല്ലേ. f of x1 എന്തായിരിക്കും, x1 ക്യൂബ് implies ക്യൂബ് റൂട്ട് സ്ക്വയർ റൂട്ട് പോലെ അല്ല. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ അവിടെ പ്ലസ് ഓർ മൈനസ് ഒന്നുമില്ല, 2. ക്യൂബ് റൂട്ട് ഓഫ് 1 1, ക്യൂബ് റൂട്ട് ഓഫ് 27 3, ക്യൂബ് റൂട്ട് ഓഫ് -27 -3. ഇവിടെ നാച്ചുറൽ നമ്പറേ ഉള്ളൂ. നെക്സ്റ്റ്, therefore f is injective. y is equal to x cube, x is equal to cube root of y. y is equal to 4. It is not an element of.
Therefore f is not surjective. ഇത് 1 ആണ്, ഇൻജക്റ്റീവ് ആണ്, പക്ഷെ ഓൺ ടു അല്ല അല്ലേ, സർജക്റ്റീവ് അല്ല. Z to Z. F of x is equal to x cube. Let x1 comma x2 element Z. Z എന്ന് പറഞ്ഞാൽ set of integers. F of x1 is equal to f of x2. x1 cube is equal to x2 cube. ഇവിടെ ക്യൂബ് റൂട്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. x1 is equal to x2. Therefore f is injective. സർജക്റ്റീവ് നോക്കാം. y is equal to x cube implies x is equal to cube root of y. y നമ്മൾക്ക് 7 ആണ് കൊടുക്കുന്നതെങ്കിൽ x എന്തായിരിക്കും, ക്യൂബ് റൂട്ട് ഓഫ് 7, വിച്ച് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് z. Therefore f is not surjective. ആ സെക്ഷൻ തീർന്നു. അടുത്ത R2R, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. F from question number 3. F of x is equal to greatest integer function. F from R to R ആണ്. Neither 1 nor on to. 2.1 നമുക്കറിയാം എന്ത് വരും, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാ, 2. 2.7 അതും എന്തായിരിക്കും, 2. 2.09 2. 2.001 അത് 2 അല്ലേ. f of x1 is equal to f of x2 but x1 not equal to x2. Therefore f is not 1 1. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ എന്നാണ് ആ പേര് തന്നെ അല്ലേ. ഇത് നമുക്ക് കിട്ടുന്ന ഈ വൈയുടെ വാല്യൂ എല്ലാം എന്താ, റേഞ്ച് എന്താ, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇൻറ്റിജർ വരാം, പോസിറ്റീവ് ഇൻറ്റിജർ വരാം അല്ലേ. പക്ഷെ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ, ഇൻറ്റിജറേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ എഫ് ഫ്രം ആർ ടു ആർ ആണ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സാണ്. ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ ക്യാപിറ്റൽ ആർ. ഓൺ ടു ആയിരിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്താണ്, റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമെയിൻ. സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ ആയിരുന്നല്ലോ, അതെന്താവും, ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. Range is the set of integers range is a subset of capital R. Therefore range is a subset of codomain capital R. Therefore f is not on 1 അല്ല, on 2 അല്ല. f of x is equal to mod x. Question number 4. ഇവിടെ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ അറിയാമല്ലോ. അപ്പം നമ്മളിതിനകത്ത് നെഗറ്റീവ് എഴുതിയാലും പോസിറ്റീവ് എഴുതിയാലും എന്താണ്, പോസിറ്റീവേ ഉള്ളൂ അല്ലേ. എഫ് ഓഫ് -3 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 3. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ബട്ട് x1 നോട്ട് ഈക്വൽ ടു x2. Therefore f is not 1 1. മോഡ് എക്സ്, ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താ, സെറ്റ് ഓഫ്
പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലേ, സീറോയും വരാം. റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to infinity ആണ്. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ ക്യാപിറ്റൽ R. റേഞ്ച് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ആണ്, സീറോയും വരാം, അതാണ് നമ്മൾ ക്ലോസ്ഡ് പോസിറ്റീവ് ഇൻഫിനിറ്റി. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ ക്യാപിറ്റൽ R. Therefore, F is not onto. Signum function. അതിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള എന്ത് നമ്പർ കൊടുത്താലും അതിനകത്ത് ഒരു എലിമെൻറ്റേ ഉള്ളല്ലോ, നോട്ട് 1 1. Range is equal to only 3 elements, which is a subset of R, so it is not onto. നമുക്ക് 7th ചെയ്യാം. 5 ഒക്കെ നിങ്ങൾക്ക് എളുപ്പമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. 7th ഫസ്റ്റ്, f from R to R. f of x is equal to 3 minus 4x. f of x1 is equal to, let x1 comma x2 element R, implies 3 minus 4x1, 3 minus 4x2, 3 cancel, minus 4x1 minus 4x2, minus 4 cancel, x1 is equal to x2. Therefore, f is 1 1. y is equal to 3 minus 4x. നമുക്ക് minus 4xനെ ലെഫ്റ്റിൽ കൊണ്ടുവരാം. 3 minus y. So x is equal to 3 minus y by 4. 4y element R. ഇവിടെ ഡിവൈഡഡ് ബൈ 4 ആണല്ലേ, y പോലും വരുന്നില്ല, 0 വന്നാലല്ലേ നോൺ ഡിഫൈൻഡ് ആവും. y ഉണ്ടെങ്കിൽ നമുക്കതിന് 0 വരും. ഇത് നമ്പർ 4 ആണ്. ഏത് വൈക്ക് നമ്മൾ വാല്യൂ കൊടുത്താൽ ഇതെന്തായിരിക്കും, റിയൽ നമ്പർ ആയിരിക്കും. 4y എലമെൻ്റ് ആർ, വി ഹാവ് എക്സ് എലമെൻ്റ് ആർ. Therefore, f is onto. നമുക്ക് എന്ത് കിട്ടി, 1 1 ആണെന്ന് കിട്ടി, onto ആണെന്ന് കിട്ടി. സോ f is bijective. Therefore, f is bijective. സെവൻത്തിലെ സെക്കൻഡ്, എഫ് ഓഫ് എക്സ്. ഇവിടെ R to R ആണ്. f of x is equal to 1 plus x square. f of x, നമുക്കൊരു നമ്പർ കൊടുക്കാം, റിയൽ ടു റിയൽ ആണല്ലോ, -1. f of -1 is equal to 1 plus 1 2. f of +1 1 plus 1 2. f of 1 is equal to f of -1, but 1 not equal to -1. Therefore, f is not 1 1. ഇവിടെ നോക്കിയാൽ 1 plus x square, x square greater than or equal to 0. 1 plus x squared എന്താ, greater than or equal to 1. y greater than or equal to 1. അപ്പോൾ അവിടെ റേഞ്ച് എന്താ വരുന്നത്, ക്ലോസ്ഡ് ഇൻ്റർവൽ 1 to infinity, വിച്ച് ഈസ്, ഇവിടെ നോട്ട് 1 1 പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാം, ഇറ്റ് ഈസ് നോട്ട് ബൈജക്റ്റീവ്. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ പറയാമല്ലോ. ബൈജക്റ്റീവ് ആണെങ്കിൽ 1 1 ആയിരിക്കണം, on 2 ആയിരിക്കണം. on 2 കൂടെ ഞാൻ ജസ്റ്റ് പറയാം. y is equal to 1 plus x square. x square greater than or equal to 0. 1 plus x square greater than or equal to 0 plus 1 implies y greater than or equal to 1. Therefore, range is equal to closed interval 1 to infinity.
ഇവിടെ വിച്ച് ഈസ് എന്താ പറയുക, റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡോമൈൻ, സോ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. നമുക്ക് നോട്ട് 1 1 കിട്ടുമ്പോൾ തന്നെ പറയാം ഇറ്റ് ഈസ് നോട്ട് ബൈജക്റ്റീവ്. ഇതിൽ നിന്ന് എഴുതാൻ therefore F ഈസ് നോട്ട് ബൈജക്റ്റീവ്. 9th F from n to n, n plus 1 by 2 if n is odd is equal to n by 2 if n is even. ഇത് ബൈജക്റ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ്, ചെക്ക് ചെയ്യാനാണ്. നമുക്ക് ഓഡ് F(1) നോക്കാം. അപ്പോൾ ഇവിടെ ഓടാകുമ്പോൾ ഏത് കേസിൽ കൊടുക്കണം? ഫസ്റ്റ് കേസിൽ 1 + 1 2 2 by 2 1. F(2) ഈവൻ ആകുമ്പോൾ നമ്മൾ സെക്കൻഡ് കേസിൽ കൊടുക്കുക 2 by 2 1. ഓക്കെ, കിട്ടിയത് സെയിം അല്ലേ? ഇറ്റ് ഈസ് നോട്ട് 1 1, സോ ഇറ്റ് ഈസ് നോട്ട് ബൈജക്റ്റീവ്. F(1) ഈസ് ഈക്വൽ ടു F(2) but 1 not equal to 2. Therefore F is not 1 1. Therefore F is not bijective. നിങ്ങളെല്ലാവരും പഠിക്കുക. ഞാൻ അടുത്ത ചാപ്റ്റർ നമുക്ക് സ്കൂളിലും മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻ്റ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ. സാറ്റർഡേ, ഇന്ന് വെനസ്ഡേ സാറ്റർഡേ സൺഡേ ഈ 3 ദിവസമാണ് +2 ഇടുന്നത്. ഞാൻ SSLC SCRT സിലബസ് ഇടുന്നുണ്ട്. അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറയണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.